നമസ്കാരം. ജയ്പൂർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഈ യാത്ര പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ നഗരത്തിൻ്റെ പ്രൗഢ കാഴ്ചകളിലൂടെയാണ്. ആധുനിക ഭാരതത്തിലെ ആദ്യകാല ആസൂത്രിത നഗരങ്ങളിലൊന്നായാണ് ജയ്പൂർ അറിയപ്പെടുന്നത്. ഇന്ന് രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരം കൂടിയായ ഈ മഹാനഗരം 1727 രജപുത്ര വംശജനായ മഹാരാജ സ്വായ് ജയ്സിംഗ് ആണ് സ്ഥാപിച്ചത്. പോയ കാലത്തിൻ്റെ രാജപ്രൗഢിയെ വിളിച്ചോതുന്ന നിരവധി കോട്ടകളും കൊട്ടാരക്കെട്ടുകളും കൊണ്ട് സമൃദ്ധമായ നഗരമാണിത്. സിറ്റി പാലസ്, അംബർ ഫോർട്ട്, ജന്തർ മന്ദിർ, നാഹർഗർ ഫോർട്ട്, ഹവാമഹൽ എന്നിങ്ങനെ നിരവധിയായ ചരിത്ര സാക്ഷ്യങ്ങളുടെ മനോഹര കാഴ്ചകളാൽ സമൃദ്ധമാണ് ഈ പിങ്ക് നഗരം. സിറ്റി പാലസിലെ കാഴ്ചകളിലേക്കാണ് ഞങ്ങൾ ആദ്യം കടന്നു ചെന്നത്. ജയ്പൂർ നഗരത്തിൻ്റെ വടക്ക് കിഴക്കായാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ ജയ്പൂരിലെ മുൻ ഭരണാധികാരികളായിരുന്ന രജപുത്ര വംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഈ കൊട്ടാരം. ഇപ്പോഴും കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം ചരിത്ര മ്യൂസിയം ആണെങ്കിലും മറ്റൊരു ഭാഗം രാജകുടുംബത്തിൻ്റെ പിൻതലമുറക്കാരുടെ വാസസ്ഥലമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ചന്ദ്രമഹൽ, മുബാരക് മഹൽ എന്നീ മാളികകളും മറ്റ് വിശേഷ നിർമ്മിതികളും ഈ കൊട്ടാര സമുച്ചയത്തിൻ്റെ ഉള്ളിൽ കാഴ്ചകളായുണ്ട്. ജയ്പൂർ നഗരത്തിലെ മറ്റൊരു അത്ഭുത ചരിത്ര സ്മാരകമാണ് ജന്തർ മന്ദിർ. ഭാരതത്തിൽ നിന്ന് ലോക പൈതൃക സ്മാരക പട്ടികയിലെത്തുന്ന 28ാമത്തെ പൈതൃക സ്മാരകമാണ് ജയ്പൂരിലെ ജന്തർ മന്ദിർ. 19 ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ സമന്വയമാണിവിടം. 90 അടി ഉയരമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമയഘടികാരമായ സാമ്രാട്ട് യന്ത്ര ജന്തർ മന്ദിറിൻ്റെ ഭാഗമാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും സ്ഥാനം മാറുന്നതനുസരിച്ച് സമയത്തെ മനസ്സിലാക്കുന്ന ശാസ്ത്രവിദ്യയുടെ പ്രദർശനശാല കൂടിയാണ് ജയ്പൂരിലെ ജന്തർ മന്ദിർ. മനോഹരമായ കോട്ടയാണ് ആംബർ ഫോർട്ട് അഥവാ ആമേർ പാലസ്. ആമേർ കൊട്ടാരം ജയ്പൂർ നഗരമധ്യത്തിൽ നിന്നും 1 കിലോമീറ്റർ മാറിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് കച്ച്വാ രജപുത്രയുടെ തലസ്ഥാനം അംബർ പാലസ് ആയിരുന്നത്രേ. കോട്ടയ്ക്ക് ആകർഷണീയത വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കോട്ടയോട് ചേർന്ന് മഹോദ എന്ന തടാകവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ജയ്ഗഡ് എന്ന കോട്ടയുടെ മതിലകത്തെ കൊട്ടാരം എന്ന് വേണമെങ്കിൽ ആംബർ പാലസിനെ വിളിക്കാം. മനോഹരമായ നിർമ്മിതികൾ കൊണ്ട് ഏറെ ആകർഷണീയവും പ്രൗഢവുമാണ് ഈ കൊട്ടാരവും. വാസ്തുശില്പിയായ വിദ്യാധർ ഭട്ടാചാര്യയുടെ മേൽനോട്ടത്തിൽ വാസ്തുശാസ്ത്രത്തെ കൂടി കണക്കാക്കിയാണ് ഈ നഗരത്തിൻ്റെ നിർമ്മിതി നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള 10ാമത്തെ നഗരമായ ജയ്പൂരിന് ഇന്ത്യയുടെ പാരീസ് എന്നൊരു വിശേഷണം കൂടിയുണ്ട്. ശ്രീ CV രാമൻ മഹത്വത്തിൻ്റെ ദ്വീപ് എന്നാണ് ഈ മഹാനഗരത്തെ വിളിച്ചത്. ആംബർ പാലസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കുന്നിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കോട്ടയാണ് ജയ്ഗഡ് കോട്ട. വിശാലമായ ഒറ്റ ചുറ്റുമതിലിനുള്ളിൽ തന്നെയാണ് ആംബർ കൊട്ടാരവും ജയ്ഗഡ് കോട്ടയും നിലനിൽക്കുന്നത്. നിരവധി മാളികകളും പീരങ്കി നിർമ്മാണശാല, സംഭരണികൾ എന്നിവയെല്ലാം രജപുത്രയുടെ സൈനിക പാരമ്പര്യത്തെ വിളിച്ചോതുന്ന നേർക്കാഴ്ചകളായിട്ട് ഇവിടെയുണ്ട്. ആംബർ, ജയ്ഗഡ് കോട്ടകളുടെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കോട്ടയാണ് നാഹർഗർ ഫോർട്ട്. 1734 സൈനിക ആവശ്യങ്ങൾക്കായി മഹാരാജ ജയ്സിംഗ് തന്നെയാണ് ഈ കോട്ടയും പണി കഴിപ്പിച്ചിട്ടുള്ളത്.
മറ്റൊരു കാഴ്ചയുടെ വിരുന്നുമായാണ് നഗരമധ്യത്തിൽ ഹവാമഹൽ എന്ന പ്രസിദ്ധമായ മാളിക തലയുയർത്തി നിൽക്കുന്നത്. കാറ്റുകളുടെ മാളിക എന്നതാണ് ഹവാമഹലിൻ്റെ അർത്ഥം. ചെറിയ ജനാലകൾ കൊണ്ട് നിറഞ്ഞ് 5 നിലകളിലായുള്ള ഈ മാളിക രാജകുടുംബത്തിലെ സ്ത്രീജനങ്ങൾക്ക് പുറംലോക കാഴ്ചകൾ ദർശിക്കാനായി പണി കഴിപ്പിച്ചവയാണ്. 2 നടുമുറ്റങ്ങളുടെ ചുറ്റിനുമായുള്ള ഈ മാളികയുടെ മറ്റു 3 വശങ്ങളും 2 നിലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. 953 ജനലുകൾ ഹവാമഹൽ എന്ന മാളികയിലുണ്ട്. ഈ മാളികയുടെ പുറത്തേക്ക് കാണുന്ന പ്രധാന ഭാഗം മാത്രമാണ് 5 നിലകളിലായുള്ളത്. പിങ്ക് സിറ്റിയിലെ മറ്റൊരു ദൃശ്യവിരുന്നാണ് ആൽബർട്ട് ഹാൾ മ്യൂസിയം. രാജസ്ഥാൻ്റെ സ്റ്റേറ്റ് മ്യൂസിയമാണിത്. 19-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച മ്യൂസിയങ്ങളിൽ ഒന്ന് എന്ന ഖ്യാതി ആൽബർട്ട് മ്യൂസിയത്തിനുണ്ട്. കൂടാതെ പുരാവസ്തുക്കളുടെ വലിയൊരു ശേഖരവും ഇവിടെ കാണാം. രാത്രി ദീപപ്രഭയാൽ കുളിച്ചു നിൽക്കുന്ന ഈ മ്യൂസിയത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ഈ പിങ്ക് നഗരത്തിൻ്റെ വീഥികളിലൂടെ രാത്രിയിലുള്ള യാത്ര കാഴ്ചകളുടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. ജയ്പൂർ നഗരത്തിലെ ഭക്ഷണശാലകളിൽ പേരുകേട്ട മസാല ചൗക്കാണിത്. വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ വൃത്തിയോടെ തയ്യാറാക്കി നൽകുന്ന നിരവധി ഭക്ഷണശാലകൾ കൂടിച്ചേർന്ന ഒരു ഫുഡ് പാർക്കാണ് മസാല ചൗക്ക്. അടുക്കും ചിട്ടയുമായി പ്രവർത്തിക്കുന്ന, വൃത്തിയായി ആഹാരം തയ്യാറാക്കി നൽകുന്ന നിരവധി ഫുഡ് സ്റ്റാളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പറഞ്ഞുപോയാൽ ഇങ്ങനെ നിരവധിയായ കാഴ്ചകൾ ഇനിയുമുണ്ട് ജയ്പൂരിൽ. ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ നിന്ന് വർണ്ണിക്കാവുന്നതിൻ്റെ അപ്പുറമാണ് അവ പലതും. രജപുത്ര ശൈലിയിലുള്ള നിർമ്മിതികൾ കൊണ്ടും ചരിത്ര സാക്ഷ്യങ്ങൾ കൊണ്ടും സമൃദ്ധമായ ഈ പിങ്ക് നഗരം എപ്പോഴും സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുകയാണ്. ഇവിടുത്തെ കോട്ടകളും കൊട്ടാരക്കെട്ടുകളും വെറും കാഴ്ച വസ്തുക്കൾ മാത്രമല്ല, ജയ്പൂരിൻ്റെ അഥവാ രജപുത്രരുടെ, അതുവഴി രാജസ്ഥാനിൻ്റെ തന്നെ പോയ കാലത്തെ പ്രൗഢിയെ വിളിച്ചോതുന്ന ചരിത്ര സാക്ഷ്യങ്ങൾ കൂടിയാണ് ഈ നഗരത്തിലെ ഓരോ കാഴ്ചകളും.